വിറ്റ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സക്കർബർഗിന്റെ പരാമർശം മെറ്റ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി പാർലമെന്ററി സമിതി. വയനാട് ഉരുൾപൊട്ടൽ സുപ്രധാന തീരുമാനവുമായി സംസ്ഥാന സർക്കാർ. അതിർത്തിയിലെ വേലി നിർമ്മാണം ബംഗ്ലാദേശിന്റെ ആരോപണത്തിൽ അതൃപ്തി അറിയിച്ച് ഇന്ത്യ. വ്യാജ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിയും കേജ്രിവാളും തുല്യരാണെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി. MLA സ്ഥാനം രാജിവെച്ച അൻവറിന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വാർത്തകൾ വിശദമായി. 2024 പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാർക്ക് സക്കർബർഗ് നടത്തിയ വിവാദ പരാമർശത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയ കമ്പനിയായ മെറ്റയ്ക്ക് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമൻസ് അയക്കും. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിലാവും മെറ്റയെ വിളിച്ചു വരുത്തുകയെന്ന് വാർത്താവിനിമയവും വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സമിതി ചെയർമാനും BJP MPയുമായ നിഷികാന്ത് ദുബെ വ്യക്തമാക്കി. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള തെറ്റായ വിവരമാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. തെറ്റുപറ്റിയതിന്റെ പേരിൽ പാർലമെന്റിനോടും രാജ്യത്തെ ജനങ്ങളോടും സ്ഥാപനം മാപ്പ് പറയേണ്ടതാണെന്ന് അദ്ദേഹം എക്സ് പോസ്റ്റിൽ പറഞ്ഞു. ജനുവരി 10 നടത്തിയ പോഡ്കാസ്റ്റിലാണ് ഫേസ്ബുക്ക് സഹസ്ഥാപകനും മെറ്റ CEOയുമായ സക്കർബർഗ് വിവാദ പരാമർശം നടത്തിയത്. 2024 തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയടക്കം മിക്ക രാജ്യങ്ങളിലും ഭരണകക്ഷി തോൽവി നേരിട്ടുന്ന തരത്തിലായിരുന്നു പരാമർശം. സക്കർബർഗിന്റെ പരാമർശത്തെ തിരുത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. സക്കർബർഗിന്റെ അവകാശവാദം തെറ്റാണെന്ന് പറഞ്ഞ് എക്സിൽ അശ്വിനി വൈഷ്ണവ് പോസ്റ്റിട്ടു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ 2024 തെരഞ്ഞെടുപ്പ് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൽ ജനങ്ങൾ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിച്ചുവെന്നും വൈഷ്ണവ് കുറിച്ചു. കോവിഡ് മഹാമാരിക്ക് ശേഷം വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളോട് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സക്കർബർഗ് അതിനുദാഹരണമായാണ് 2024 ഇന്ത്യയിലും ഭരണകക്ഷി പരാജയപ്പെട്ടെന്ന് പറഞ്ഞത്. സക്കർബർഗിൽ നിന്ന് വ്യാജ വിവരം പ്രചരിച്ചത് ഖേദകരമാണെന്നും സത്യവും വിശ്വാസ്യതയും ഉയർത്തിപ്പിടിക്കണമെന്നും മെറ്റയെ ടാഗ് ചെയ്ത് അശ്വിനി കുറിച്ചിരുന്നു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി. കാണാതായവരുടെ ആശ്രിതർക്ക് അർഹമായ നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നൽകുന്നതിന്റെ ഭാഗമായാണ് ശുപാർശകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പ്രാദേശിക തല സമിതികളും സംസ്ഥാന തല സമിതികളും രൂപവൽക്കരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാണാതായവരെ സംബന്ധിച്ച് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIRൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം. ഇത് പരിശോധിച്ച് കാണാതായവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതിനായി വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർ ഉൾപ്പെട്ട പ്രാദേശിക സമിതികൾ രൂപവൽക്കരിക്കണം. സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധിച്ച് വ്യക്തമായ ശുപാർശ സഹിതം സംസ്ഥാന സമിതിക്ക് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന സമിതിയാണ് റിപ്പോർട്ടിൽ സൂക്ഷ്മ പരിശോധന നടത്തുക. സംസ്ഥാന സമിതിയിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരാണ് ഉൾപ്പെടുന്നത്. സംസ്ഥാന സമിതിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് സർക്കാരിനെ സമർപ്പിക്കണമെന്നും പട്ടികയിൽ കാണാതായവരെ മരണപ്പെട്ടവരായി കണക്കാക്കി അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. കാണാതായവർക്ക് മരണ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കേണ്ടത് സംബന്ധിച്ച് മാനദണ്ഡങ്ങളും ഉത്തരവിലുണ്ട്. കാണാതായവരുടെ കുടുംബത്തിനും സഹായമെന്നത് ദുരിതബാധിതരുടെ പ്രധാന ആവശ്യമായിരുന്നു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 4 മാസം പിന്നിട്ടിട്ടും 32 പേർ ഇനിയും കാണാമറയത്താണ്. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടർന്നുള്ള അപകടത്തിൽ 24 പേർ മരിച്ചതായി റിപ്പോർട്ട്. മരിച്ചവരിൽ 5 പേരെ പാലിസേഡ്സ് ഫയർ സോണിൽ നിന്നും 11 പേരെ ഈസ്റ്റേൺ ഫയർ സോണിൽ നിന്നുമാണ് കണ്ടെത്തിയത്. പാലിസേഡ്സ് തീപിടുത്തം 15% നിയന്ത്രണ വിധേയമായെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. ഈസ്റ്റേൺ തീപിടുത്തം 33% ഇതുവരെ അണയ്ക്കാനായി. ദക്ഷിണ കാലിഫോർണിയയിൽ പടർന്ന കാട്ടുതീ അണയ്ക്കാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഒരു പിങ്ക് പൊടിയാണ്. അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാട്ടുതീയുടെ രൂപത്തിൽ ലോസ് ആഞ്ചലസിനെ കീഴ്പ്പെടുത്തുമ്പോൾ പ്രതിരോധ മാർഗമെന്നോണമാണ് സർക്കാർ പിങ്ക് പൗഡർ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വിതറുന്നത്. ഒരു പരിധിവരെ കാട്ടുതീ പടരുന്നത് പ്രതിരോധിക്കാൻ കഴിയുന്ന ഫോസ് ചെക്ക് എന്ന പ്രത്യേകതരം രാസപദാർത്ഥമാണ് പിങ്ക് നിറത്തിൽ ലോസ് ആഞ്ചലസിൽ നിറയുന്നത്. 1960 മുതൽ അമേരിക്കൻ കമ്പനിയായ പെരിമേറ്റർ സൊല്യൂഷൻ ഉൽപ്പാദിപ്പിക്കുന്ന
ഫോഴ്സ് ചെക്ക് പ്രധാന അഗ്നിപ്രതിരോധ വസ്തുവെന്ന രീതിയിൽ ലോകത്താകമാനം ഏറെ പ്രശസ്തമാണ്. ലോസ് ആഞ്ചലസിൽ തീ ആളിപ്പടർന്ന ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഗാലൻ ഫേസ് ചെക്ക് സൊല്യൂഷനാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇതിന്റെ പിങ്ക് നിറം തീ പടർന്നു പിടിക്കുന്നത് ഒരു പരിധിവരെ തടയുമെന്ന് മാത്രമല്ല, ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് അപകടസ്ഥലം പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യമുണ്ടാക്കുന്നുവെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ ഇതിന്റെ പിങ്ക് നിറം മാഞ്ഞു പോവുകയുള്ളൂവെന്നതാണ് ഗുണം. നേരിട്ട് തീയിലേക്ക് സ്പ്രേ ചെയ്യുന്നതിന് പകരം തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട് ഫോഴ്സ് ചെക്ക് മുൻകൂട്ടി സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അമോണിയം പോളിഫോസ്ഫേറ്റ് അടങ്ങിയ ഉപ്പുവസ്തുവാണ് പിങ്ക് സ്പ്രേയിൽ അടങ്ങിയിരിക്കുന്നത്. വെള്ളത്തെ പോലെ പെട്ടെന്ന് വറ്റിപ്പോകില്ലെന്നതുകൊണ്ട് ഏത് സമയത്തും ഉപയോഗിക്കാനും കഴിയും. ഫോഴ്സ് ചെക്കിന്റെ വ്യാപകമായ ഉപയോഗം പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിലടങ്ങിയ രാസവസ്തു ജലസ്രോതസ്സുകളെ അടക്കം മലിനമാക്കാമെന്നും ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ലോസ് ആഞ്ചലസിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഫലപ്രദമായ വസ്തുവാണ് ഫോഴ്സ് ചെക്ക് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയുടെ നാഗ് മാർക്ക് 2 ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ പരീക്ഷണം വിജയകരം. രാജസ്ഥാനിലെ പോക്രാൻ ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണിത്. 3 ഫീൽഡ് ട്രയലുകളാണ് ഇതിനോടകം വിജയകരമായി പൂർത്തീകരിച്ചത്. 3 ട്രയലുകളിലും മിസൈൽ ലക്ഷ്യം ഭേദിച്ചതായി DRDO അധികൃതർ വ്യക്തമാക്കി. ഇതോടെ മിസൈൽ സംവിധാനം ഉടൻ സൈന്യത്തിന്റെ ഭാഗമാകും. DRDOയാണ് മിസൈൽ വികസിപ്പിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ മിസൈലാണിത്. പ്രോക്കാൻ ഫീൽഡ് റേഞ്ചിൽ കരസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം. ഇതുവരെ 3 ഫീൽഡ് പരീക്ഷണങ്ങളാണ് നടന്നത്. മിസൈലിന്റെ പ്രഹരശേഷി ഇതോടെ തെളിഞ്ഞതിനാൽ ഉടൻ സേനയുടെ ഭാഗമാക്കും. മിസൈൽ പരീക്ഷണം വിജയിച്ചതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെയും സൈന്യത്തെയും അഭിനന്ദിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്ന ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം 3ാം വട്ടവും മാറ്റിവെച്ചത്. ഉപഗ്രഹങ്ങളുടെ ഡോക്കിങ്ങിനായി ഇന്നും നാളെയും ഇനി ശ്രമം ഇസ്രോ നടത്തില്ല. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ദൗത്യവുമായി മുന്നോട്ടു പോകുമെന്നാണ് ISROയുടെ ഏറ്റവും പുതിയ അറിയിപ്പ്. പരസ്പരം 3 മീറ്റർ അടുത്ത് വരെ ഉപഗ്രഹങ്ങളെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഡോക്കിങ്ങിലേക്ക് കടക്കാനായില്ല. ശ്രമം തൽക്കാലം ഉപേക്ഷിച്ച ISRO ഉപഗ്രഹങ്ങളെ സുരക്ഷിത അകലത്തിലേക്ക് മാറ്റി. ഇതൊരു ട്രയൽ ആയിരുന്നുവെന്നാണ് ഔദ്യോഗിക അറിയിപ്പ്. 15 മീറ്റർ അടുത്ത് വരെ ഉപഗ്രഹങ്ങളെ എത്തിച്ച ശേഷം ഉപഗ്രഹങ്ങൾ പരസ്പരം ചിത്രമെടുക്കുക വരെ ചെയ്തിരുന്നു. ഇത് 3ാം തവണയാണ് സ്പേഡെക്സ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ഇസ്രോ മാറ്റിവെക്കുന്നത്. 2 വട്ടം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം തീയതി മാറ്റിയതിനാൽ ഇത്തവണ തത്സമയ സംപ്രേഷണമടക്കം ഒഴിവാക്കിയായിരുന്നു ശ്രമം. ഡോക്കിംഗ് നടന്നില്ലെങ്കിലും ഉപഗ്രഹങ്ങൾ സുരക്ഷിതവും പൂർണ്ണമായും ഇസ്രോയുടെ നിയന്ത്രണത്തിലുമാണ്. ന്യൂറാലിങ്ക് ചിപ്പ് പരീക്ഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതായി കമ്പനി ഉടമ ഇലോൺ മസ്ക്. 3ാം തവണയും ന്യൂറാലിങ്ക് മനുഷ്യരിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ന്യൂറാലിങ്ക് ഘടിപ്പിച്ചവരെയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് മസ്ക് പറയുന്നു. ഈ വർഷം ചുരുങ്ങിയത് 20 മുതൽ 30 പേരിലെങ്കിലും ചിപ്പ് ഘടിപ്പിക്കുവാനാണ് പദ്ധതിയെന്നും മസ്ക് വ്യക്തമാക്കി. ലാസ് വേഗസിൽ നടന്ന പരിപാടിയിലാണ് മസ്ക് ന്യൂറാലിങ്കിനെ കുറിച്ച് വിശദമായി പറഞ്ഞത്. ഇലോൺ മസ്കിന്റെ ബ്രെയിൻ ടെക്നോളജി സ്റ്റാർട്ടപ്പാണ് ന്യൂറാലിങ്ക്. മനുഷ്യരുടെ തലച്ചോറിൽ ടെലിപ്പതി എന്ന ഉപകരണം ഘടിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. രോഗികൾക്ക് അവരുടെ ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ നിയന്ത്രിക്കാനാവുമെന്നതാണ് ഉപകരണത്തിന്റെ പ്രത്യേകത. ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളുള്ളവരിലും കൈക്കാലുകൾ തളർന്നു കിടക്കുന്നവരിലുമാണ് നിലവിൽ ന്യൂറാലിങ്ക് ടെലിപ്പതി പരീക്ഷിക്കുന്നത്. തളർവാദ രോഗികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ ലളിതമായി ഉപയോഗിക്കുന്നതിനുള്ള കഴിവ് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഉപകരണമാണ് ന്യൂറാലിങ്ക്. ഇലോൺ മസ്കും ഒരു കൂട്ടം എഞ്ചിനീയർമാരും ചേർന്ന് 2016 ന്യൂറാലിങ്ക് സ്ഥാപിച്ചത്. തലയൊട്ടിക്കുള്ളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ബ്രെയിൻ ചിപ്പ് ഇന്റർഫേസും ഇത് നിർമ്മിക്കുന്നുണ്ട്. വികലാംഗരായ രോഗികളെ വീണ്ടും ചലിക്കാനും ആശയവിനിമയം നടത്താനും കാഴ്ച പുനഃസ്ഥാപിക്കാനും ഇത് സഹായിക്കുമെന്ന് പറയുന്നു. ജൂലൈ 2016 കാലിഫോർണിയയിൽ മെഡിക്കൽ ഗവേഷണത്തിനായി രജിസ്റ്റർ ചെയ്തതാണ് ന്യൂറാലിങ്ക് കമ്പനി. ഇതിന്റെ ഫണ്ടിംഗ് മുഴുവൻ മസ്കിന്റേതാണ്. തുടക്കത്തിൽ അമിയോട്രോഫിക് ലാറ്ററൽ സ്കെലോറോസിസ് പോലെയുള്ള കടുത്ത പ്രശ്നം തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നവരെ സഹായിക്കുകയെന്ന ഉദ്ദേശമായിരുന്നു ഇതിനുള്ളത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിലൊന്ന് ഇതെന്നാണ് വിലയിരുത്തൽ.
2030 മുമ്പ് 22,000 പേരിൽ ന്യൂറാലിങ്ക് പരീക്ഷണം നടത്തുമെന്നാണ് മസ്കിന്റെ ജീവചരിത്രകാരന്മാരിൽ ഒരാളായ ആഷ്ലി വാൻസിന്റെ വിലയിരുത്തൽ. അതിർത്തിയിൽ വേലികെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബംഗ്ലാദേശിന്റെ ആരോപണത്തിൽ അതൃപ്തി അറിയിച്ച് ഇന്ത്യ. ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ നുറുൽ ഇസ്ലാമിനെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ 5 പ്രത്യേക സ്ഥലങ്ങളിൽ വേലി നിർമ്മിക്കുവാൻ ഇന്ത്യ ശ്രമിക്കുന്നുവെന്നാണ് ബംഗ്ലാദേശിന്റെ ആരോപണം. 4156 കിലോമീറ്റർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ 5 പ്രത്യേക സ്ഥലങ്ങളിൽ വേലി നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ബംഗ്ലാദേശ് ഉന്നയിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മയെ ഇന്നലെ വിളിച്ചു വരുത്തിയിരുന്നു. ഇതിനു മറുപടിയായാണ് ഇന്ന് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. അതിർത്തിയിലെ വിഷയങ്ങൾക്കായി നിലവിലുള്ള ഉഭയകക്ഷി കരാറിന്റെ ലംഘനമാണ് അതിർത്തി വേലിയിലെ ഇന്ത്യൻ നടപടിയെന്നാണ് ബംഗ്ലാദേശ് അവകാശപ്പെടുന്നത്. ഇക്കാര്യത്തിൽ തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ നുറൽ ഇസ്ലാമിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയത്. ആരോപണങ്ങളിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ വീഴ്ചയോടെയാണ് ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായത്. അതിനിടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ മറ്റു പ്രശ്നങ്ങളില്ലെന്നും ബംഗ്ലാദേശുമായി മികച്ച സൈനിക സഹകരണമുണ്ടെന്നുമാണ് കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞത്. അയൽക്കാർ എന്ന നിലയിൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് വളരെ പ്രാധാന്യമുള്ള രാജ്യമാണ്. ബംഗ്ലാദേശ് സൈന്യവുമായി നിലവിൽ സഹകരണം തുടരുന്നുണ്ടെന്നും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വന്നാലേ മറ്റ് ചർച്ചകൾക്ക് സാധ്യതയുള്ളൂ എന്നും ജനറൽ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമ ബംഗാളിലെ മാൾഡ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മയക്കുമരുന്ന് സംഘത്തിന് നേരെ BSF വെടിയുതിർത്ത സംഭവത്തോടെയാണ് വേലി കെട്ടാനുള്ള നീക്കം ഇന്ത്യ സജീവമാക്കിയത്. കള്ളക്കടത്തടക്കം ചെറുക്കാൻ അതിർത്തിയിൽ വേലി കെട്ടുന്നത് ഇന്നലെ ചർച്ചയായി എന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മ പ്രതികരിച്ചിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ 1000 കിലോമീറ്ററിനടുത്താണ് ഇനി വേലി കെട്ടാനുള്ളത്. MLA സ്ഥാനം രാജിവെച്ച PV അൻവറിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെയാണ് MV ഗോവിന്ദൻ രംഗത്തെത്തിയത്. ഞാൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLAക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനിയത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. ഞാൻ ഉന്നയിച്ച സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ്, ആ ഡേറ്റും മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ്, ആ സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ ആ സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഏകാംഗമായി ആക്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് മായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. അന്ന് ആ സഭ പെട്ടെന്ന് എന്തോ ഒരു കാരണമുണ്ടായി വെച്ച ഡേറ്റിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് സഭ ക്ലോസായി. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സഭ വരുമ്പോഴാണ് ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇത്രയും ഒരു 150 കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്, കൃത്യമായി ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ് MLA ഇത് ഉന്നയിക്കണം സഭയിൽ. അപ്പോൾ എനിക്കും ആവേശം വന്നു. സ്വാഭാവികമായി ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പാർട്ടി ലീഡർഷിപ്പ് ഈ പറയുന്ന നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞു എൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അൻവർ ശത്രുവായി പ്രഖ്യാപിച്ചയാളാണ് P ശശി എന്നും ആ ശശി പറഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവറിനെ ഇനി മറുപടിയില്ലെന്നും UDF-ൽ പോകാൻ മാപ്പപേക്ഷ തയ്യാറാക്കി നിൽക്കുകയാണ് അദ്ദേഹമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു.
ഉപതെരഞ്ഞെടുപ്പിന് LDF തയ്യാറാണെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം MLA സ്ഥാനം രാജിവെച്ച ശേഷം PV അൻവർ ശശിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. VD സതീശിനെതിരെ നിയമസഭയിൽ അൻവർ ഉന്നയിച്ച 150 കോടിയുടെ അഴിമതി ആരോപണം P ശശിയുടെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ. തുടർന്ന് പ്രതിപക്ഷ നേതാവിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു. നിരന്തരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പ്രതിപക്ഷം നടത്തുന്ന ആരോപണങ്ങളിൽ അമർഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് ശശിയുടെ നിർദ്ദേശപ്രകാരം അഴിമതി ആരോപണം ഉന്നയിച്ചതെന്നും അൻവർ വെളിപ്പെടുത്തിയിരുന്നു. പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരവധി ആരോപണങ്ങൾ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവന്നിരുന്നു. അതിൽ പ്രതിപക്ഷത്തോട് വിദ്വേഷമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് സതീശനെതിരെ ആരോപണം ഉന്നയിക്കാൻ പറയുന്നത്. 150 കോടിയുടെ അഴിമതി സതീശൻ നടത്തിയെന്ന് MLA സഭയിൽ ഉന്നയിക്കണമെന്ന് പറഞ്ഞു. എനിക്കും ആവേശം വന്നു. പിതാവിനെ പോലെ സ്നേഹിച്ച വ്യക്തിയെ ആക്രമിക്കുന്നതിൽ എനിക്ക് അമർഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് VD സതീശനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. സ്പീക്കറുടെ അനുമതിയോടെയാണ് എന്നായിരുന്നു PV അൻവറിന്റെ വെളിപ്പെടുത്തൽ. അൻവർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതിനോടൊന്നും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ. അദ്ദേഹം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് പ്രഖ്യാപിച്ചത് ശശിയാണ്. ആ ശശി പറയുന്നത് കേട്ടിട്ടാണ് അല്ലെങ്കിൽ എഴുതി തന്നിട്ടാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത് എന്നൊക്കെ പറയുന്നത്. ഒരു എന്തെങ്കിലും ഒരു അർത്ഥമുള്ള കാര്യത്തിനല്ലേ മറുപടി പറയുക. ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തെ ഞങ്ങൾ മുമ്പ് തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊന്നും പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല. അദ്ദേഹം എങ്ങനെയാണ് UDFിലേക്ക് കയറുക എന്നുള്ള കാര്യം സംബന്ധിച്ച് മാപ്പപേക്ഷ കൊടുത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ അഭയ കേന്ദ്രം അതല്ലാതെ വേറെ ഇല്ല. അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്നോ DMK എന്നോ മറ്റേതെങ്കിലും പേര് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇന്നലെ ഞാൻ പോയപ്പോൾ തന്നെ അവർ ഒരുപാട് പരാതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പരാതികളെല്ലാം പരിശോധിക്കേണ്ടതാണ്. അതായത് കോൺഗ്രസ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്കതിനകത്ത് വേറെ ഒരു കാര്യം നിർവഹിക്കാനില്ല. ഞാൻ ഇന്നലെ ആ കുടുംബത്തെ കണ്ടപ്പോൾ അവർ പറഞ്ഞു എന്നോട് 2,10,00,000 രൂപയുടെ ബാധ്യത ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ത് ചെയ്യാനാണ് അവർ? അപ്പോൾ 2 ആൾ ആത്മഹത്യ, 2 ആൾ ആത്മഹത്യ എന്നല്ല, ഒരാളെ കൊല്ലുകയും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുള്ളത് പച്ച മലയാളം. ഇനിയിപ്പോൾ വീണ്ടും ആ രീതിയിലുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസോട് പറഞ്ഞത്, കോൺഗ്രസ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ആ ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതാണ്. കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയ ബാധ്യതയാണ്. ആ ബാധ്യത ആ കുടുംബത്തോട് എന്തെങ്കിലും തെല്ലെങ്കിലും ഒരു ആശ്വസിപ്പിക്കാനുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കല്ലാതെ വേറെ കോൺഗ്രസിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. IC ബാലകൃഷ്ണൻ രാജിവെക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട ധാർമ്മികമായ പ്രശ്നം വെച്ചുകൊണ്ടുള്ളതാണ്. രാജിവെക്കണം. അദ്ദേഹത്തിന് നാട്ടിലിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് രാജിവെക്കണമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ, ഈ കടം വാങ്ങുന്നത് ഉൾപ്പെടെ കൈക്കൂലി വാങ്ങുന്നത് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾ നടന്നത് എന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ മകനെ ഇപ്പം ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് 7 കൊല്ലക്കാലം ആ ബാങ്കിൽ പണിയെടുക്കുകയായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് ഈ ബാലകൃഷ്ണൻ്റെ കത്ത് കൊണ്ടാണ് അതിന് പകരം വേറൊരാളെ നിശ്ചയിച്ചത്. അത് പൈസ വാങ്ങിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം എന്താ പറഞ്ഞാൽ ഇവരെല്ലാം കൂടി ചേർന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ളതാണ്. ആ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തിട്ട് ആ 2,10,00,000 രൂപ അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് ഞാൻ അന്ന് ഇന്നലെ അവരെ കണ്ടപ്പോൾ പറഞ്ഞത്. അവർ വളരെ നിസ്സഹായമായ രീതിയിൽ പറയുകയാണ്. അല്ല, കർണാടക നാമൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇന്ത്യ സഖ്യകക്ഷി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വ്യാജ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും തുല്യരാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. വടക്കുകിഴക്കൻ ദില്ലിയിലെ സീലംപൂരിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ. രാഹുലിന്റെ പോരാട്ടം കോൺഗ്രസിനെ രക്ഷിക്കാനാണെന്നും തന്റേത് രാജ്യത്തെ രക്ഷിക്കാനാണെന്നും അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടിച്ചു. രാജ്യവ്യാപകമായ ജാതി സെൻസസ് വിഷയത്തെക്കുറിച്ച് മോദിയിൽ നിന്നും കെജ്രിവാളിൽ നിന്നും താൻ ഒരു വാക്കുപോലും കേട്ടിട്ടില്ലെന്ന് രാഹുൽ പറഞ്ഞു. പിന്നാക്കക്കാർക്കുള്ള സംവരണവും ജാതി സെൻസസും വേണോ എന്ന കാര്യത്തിൽ കെജ്രിവാളിന് മൗനമാണ്. മോദിയും കെജ്രിവാളും പണപ്പെരുപ്പം കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും പരാജയപ്പെട്ടു.
ഇന്ത്യയിൽ ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമാകുകയാണ്. പിന്നാക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും ആവശ്യമായ പരിഗണന നൽകാൻ മോദിയും കെജ്രിവാളും ആഗ്രഹിക്കുന്നില്ല. ജാതി സെൻസസിൽ ഇരുവരും നിശബ്ദരാണ്. ദില്ലിയിൽ സർക്കാർ രൂപീകരിച്ചാൽ കോൺഗ്രസ് സംവരണ പരിധി ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അദാനി വിഷയത്തിലും രാഹുൽ കെജ്രിവാളിനെതിരെ ആഞ്ഞടിച്ചു. കെജ്രിവാൾ എപ്പോഴെങ്കിലും അദാനിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. ഒരു വ്യവസായിയെ കൊണ്ട് രാജ്യം ഭരിക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല. രാജ്യ തലസ്ഥാനത്തെ പാരീസാക്കി മാറ്റുമെന്ന് കെജ്രിവാൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ അഴിമതിയും മലിനീകരണവും പണപ്പെരുപ്പവുമാണ് ദില്ലിയിൽ ഉണ്ടായതെന്നും രാഹുൽ ആരോപിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി ദില്ലിയിൽ വന്ന് തന്നെ വളരെയധികം അധിക്ഷേപിച്ചെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെക്കുറിച്ച് താൻ പ്രതികരിക്കാനില്ലെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. കോൺഗ്രസിനെ രക്ഷിക്കാനായി രാഹുൽ നടത്തുന്ന പോരാട്ടം മാത്രമാണിതെന്നും അദ്ദേഹം പരിഹസിച്ചു. അതേസമയം 2015 മുതൽ ദില്ലിയിൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടി ഹാട്രിക് വിജയമാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. എന്നാൽ 27 വർഷത്തിനു ശേഷം ദേശീയ തലസ്ഥാനത്ത് വിജയിക്കാനാണ് BJPയുടെ ശ്രമം. മറുവശത്ത് 1998 മുതൽ 2013 വരെ ഭരിച്ച കോൺഗ്രസ് തിരിച്ചുവരവിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നത്. ദില്ലിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന് ഒറ്റഘട്ടമായി നടക്കും. ഫെബ്രുവരി 8-ന് ഫലം പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിന് പരസ്യ ബോർഡ് സ്ഥാപിക്കുവാൻ സർക്കാർ ചെലവിട്ടത് 2.86 കോടി രൂപയാണെന്ന കണക്കുകൾ പുറത്ത്. വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് കണക്ക് പുറത്തുവന്നത്. ഇതുവരെ 55 ലക്ഷം രൂപയാണ് പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിനായി അനുവദിച്ചത്. സ്വകാര്യ ഏജൻസികൾക്ക് 2.31 കോടി രൂപ കുടിശ്ശികയാണ്. നവകേരള കലാജാഥ നടത്താൻ 45 ലക്ഷം രൂപയാണ് ചിലവിട്ടത്. നവകേരള സദസ്സിന്റെ പ്രചരണത്തിന് ഹോർഡിംഗുകൾ വെച്ച വകയിൽ 2.46 ലക്ഷം രൂപയാണ് സർക്കാർ നേരത്തെ അനുവദിച്ചത്. കേരളത്തിൽ ഉടനീളം 364 ഹോർഡിംഗുകളാണ് സ്ഥാപിച്ചിരുന്നത്. 55 ലക്ഷം രൂപയ്ക്ക് PRD ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പിന്നീട് ഉയരുകയായിരുന്നു. കലാജാഥ സംഘടിപ്പിച്ചതിന് 48 ലക്ഷം രൂപയും KSRTC ബസ്സിലെ പ്രചരണ പോസ്റ്റർ പതിപ്പിച്ചതിന് 16.99 ലക്ഷം രൂപയും റെയിൽവേ ജിംഗിൾസിന് 41.21 ലക്ഷം രൂപയുമാണ് ചിലവ് വന്നത്. ക്ഷണക്കത്ത് പ്രിന്റ് ചെയ്തതിന് 7.47 കോടിയും അനുവദിച്ചിരുന്നു. ഓഗസ്റ്റ് 2-നാണ് തുക അനുവദിച്ചത്. 9.16 കോടി രൂപയ്ക്കായിരുന്നു ക്ഷണക്കത്ത് അച്ചടി കരാർ. ബാക്കി തുക മെയ് 4-ന് അനുവദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 18-ന് തുടങ്ങി ഒരു മാസമാണ് മന്ത്രിസഭ നവകേരള സദസ് എന്ന പേരിൽ കേരള പര്യടനം നടത്തിയത്. CAPTനാണ് സർക്കാർ പണം നൽകി ഉത്തരവിറക്കിയത്. നവകേരള സദസ്സിന് വേണ്ട പോസ്റ്ററും ബ്രൗഷറും ക്ഷണക്കത്തും തയ്യാറാക്കിയതിന് 9.16 കോടി രൂപയായിരുന്നു ചെലവ്. കൊട്ടേഷൻ പോലും വിളിക്കാതെയാണ് PRD CAPTന് സർക്കാർ കരാർ നൽകിയത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പടം വെച്ച് പരിപാടിക്ക് വേണ്ടി 25.40 ലക്ഷം പോസ്റ്ററാണ് അടിച്ചത്. പ്രതിസന്ധി കാലത്ത് സർക്കാർ ധൂർത്തെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കെയാണ് ചെലവുകളുടെ കണക്ക് ഓരോന്നായി പുറത്തുവരുന്നത്. ജമ്മു കാശ്മീരിലെ സോൻമാർഗ് തുരങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന വേളയിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രധാനമന്ത്രിയുടെ സമീപത്തുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തുരങ്കത്തിന്റെ നിർമ്മാണത്തിനായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുമായും നിർമ്മാണ തൊഴിലാളികളുമായും പ്രധാനമന്ത്രി സംവദിച്ചു. ഏകദേശം 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള സോൻമാർഗ് തുരങ്കപാത പദ്ധതി 2700 കോടി രൂപ ചിലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോൻമാർഗ് പ്രധാന തുരങ്കം, ബഹിർഗമന പാത, അപ്രോച്ച് റോഡുകൾ എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 8650 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോൻമാർഗ് തുരങ്കപാത ശ്രീനഗറിനും സോൻമാർഗിനുമിടയിൽ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിധത്തിൽ ലേയിലേക്കുള്ള ഗതാഗതം സുഗമമാക്കും. കനത്ത മഴയും ഹിമപാതവും കാരണം പലപ്പോഴും ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. തുരങ്കപാത യാഥാർത്ഥ്യമായതോടെ മണ്ണിടിച്ചിൽ, ഹിമപാത സാധ്യതയുള്ള മേഖലകൾ എന്നിവ ഒഴിവാക്കിക്കൊണ്ട് ലഡാക്ക് മേഖലയിലേക്ക് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്ര ഉറപ്പാക്കാൻ സാധിക്കും. സോൻമാർഗ് തുരങ്കപാതയുടെ വരവോടെ മേഖലയിലെ വിനോദസഞ്ചാരത്തെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. 2028 പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടുള്ള സോജില തുരങ്ക പദ്ധതിയോടൊപ്പം
ഇത് ദേശീയപാത 1-ൽ ശ്രീനഗർ താഴ്വരയ്ക്കും ലഡാക്കിനുമിടയിൽ തടസ്സമില്ലാത്ത ഗതാഗത ബന്ധം ഉറപ്പാക്കുകയും ദൈർഘ്യം 49 കിലോമീറ്ററിൽ നിന്ന് 43 കിലോമീറ്ററായി കുറയ്ക്കുകയും വേഗത മണിക്കൂറിൽ 30 കിലോമീറ്ററിൽ നിന്ന് 70 കിലോമീറ്ററായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ജമ്മു കാശ്മീരിലും ലഡാക്കിലുമുള്ള പ്രതിരോധ നീക്കം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യും. മണിക്കൂറിൽ 1000 വാഹനങ്ങൾക്ക് വരെ തുരങ്കത്തിലൂടെ കടന്നു പോകാൻ കഴിയും. തുരങ്കത്തിൽ വെന്റിലേഷൻ സംവിധാനമുണ്ട്. സോൻമാർഗ് തുരങ്കപാത അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സുരക്ഷയും ട്രാഫിക് മാനേജ്മെന്റും ഉറപ്പാക്കുന്നതിനായി അറിയിപ്പുകളും അടിയന്തര നിർദ്ദേശങ്ങളും നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തീപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഇലക്ട്രിക്കൽ ഫയർ സിഗ്നലിംഗ് സംവിധാനം, റേഡിയോ റീബ്രോഡ്കാസ്റ്റ് സംവിധാനം, തത്സമയ ട്രാഫിക് അപ്ഡേറ്റുകൾ പ്രദർശിപ്പിക്കുന്നതിന് ഡൈനാമിക് റോഡ് ഇൻഫോർമേഷൻ പാനൽ, ട്രാഫിക് സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി വേഗപരിധി ക്രമീകരിക്കാൻ യാത്രക്കാരെ അറിയിക്കുന്നതിന് സ്പീഡ് ലിമിറ്റഡ് വേരിയബിൾ മെസ്സേജ് സൈനുകൾ എന്നിവയും സോൻമാർഗ് തുരങ്കപാതയുടെ സവിശേഷതകളാണ്. ഇതോടെ ഗുഡ് ന്യൂസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ് ന്യൂസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.